പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ദിനം പ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ളതും പർവ്വതങ്ങൾക്ക് അടിയിൽ നിർമ്മിച്ചതുമായ ഫോർഡോ ആണവ നിലയം തകർക്കാൻ ശേഷിയുള്ള ഒരു അമേരിക്കൻ പടുകൂറ്റൻ ബോംബ് ചർച്ചകളിൽ നിറയുകയാണ്. GBU-57 MOP എന്ന് പേരുള്ള ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ആണവായുധങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പരമ്പരാഗത ആയുധങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. എന്താണ് GBU-57 MOP? അമേരിക്കൻ വ്യോമസേനയ്ക്കായി ബോയിങ് നിർമ്മിച്ച GBU-57 MOP ഭീമാകാരമായ ഒരു പ്രെസിഷൻ ഗൈഡഡ് ബങ്കർ ബസ്റ്റർ ബോംബാണ്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ഏകദേശം 14,000 കിലോഗ്രാം, അതായത് 30,000 പൗണ്ട് ഭാരമുണ്ട് ഈ ബോംബിന്. ആഴത്തിലുള്ള തുളച്ചുകയറലാണ് മറ്റൊന്ന്. 200 അടിയോളം, അതായത് 61 മീറ്ററോളം കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളെയോ അല്ലെങ്കിൽ പാറകളെയോ തുളച്ചു കയറാൻ ഇതിന് കഴിയും. പർവ്വതങ്ങൾക്കിടയിലോ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയോ നിർമ്മിച്ചിട്ടുള്ള ആണവ നിലയങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ടണൽ ശൃംഖലകൾ തുടങ്ങിയവയെ തകർക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തതാണ്. പ്രഹരശേഷി നോക്കുകയാണെങ്കിൽ US സൈന്യത്തിന്റെ കൈവശമുള്ള ആണവ ഇതര ബോംബുകളിൽ ഏറ്റവും ശക്തമായ ഒന്നാണിത്. 2,500 കിലോഗ്രാമിലധികം വരുന്ന അതിശക്തമായ സ്ഫോടക വസ്തുക്കൾ ഇത് വഹിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൃത്യതയിലാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS, INS എന്നിവയുടെ സഹായത്തോടെയാണ് ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. വളരെ കൃത്യതയോടെ ലക്ഷ്യത്തിൽ പതിക്കാൻ ഇതിന് കഴിയും. ഫ്യൂസ് സംവിധാനം ഇങ്ങനെയാണ്. ലക്ഷ്യത്തിൽ തുളച്ചു കയറിയ ശേഷം കൃത്യമായ ആഴത്തിൽ വെച്ച് സ്ഫോടനം നടത്താൻ കഴിവുള്ള സ്മാർട്ട് ഫ്യൂസ് സംവിധാനം ഇതിനുണ്ട്. ഇത് ബോംബ് ലക്ഷ്യത്തിനുള്ളിലെ ശൂന്യമായ ഭാഗങ്ങളിൽ എത്തുമ്പോൾ സ്ഫോടനം നടത്താൻ സഹായിക്കുന്നു. അതുവഴി പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾക്ക് മാത്രമേ ഈ ബോംബ് വഹിക്കാനും വിക്ഷേപിക്കാനും കഴിയൂ. ഈ ഒറ്റ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇതിന് വലിയ പ്രസക്തി നൽകുന്നത്. ഒരു വെല്ലുവിളി ഇറാനിലെ കോം നഗരത്തിനടുത്തുള്ള ഫോർഡോ ആണവ നിലയം ഒരു പർവ്വതത്തിനുള്ളിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 200 അടിയിലേറെ കട്ടിയുള്ള പാറക്കെട്ടുകൾ തുരന്ന് നിർമ്മിച്ച ഈ നിലയം സാധാരണ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇസ്രായേലിന്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഫോർഡോയുടെ ആഴത്തിലുള്ള പ്രതിരോധത്തെ മറികടക്കാൻ കഴിയില്ല എന്നാണ് സൈനിക വിദഗ്ധർമാർ അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലിന്റെ തിരിച്ചടി ആക്രമണങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇത് ഫോർഡോ പോലുള്ള നിലയങ്ങളുടെ പ്രതിരോധശേഷി എടുത്തു കാണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ ഫോർഡോ പോലുള്ള അതീവ സംരക്ഷിത കേന്ദ്രങ്ങളെ തകർക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. എന്നാൽ അതിന് GBU-57 MOP പോലുള്ള അസാധാരണ പ്രഹരശേഷിയുള്ള ബോംബുകൾ ആവശ്യമാണ്. US നേരിട്ട് കളത്തിലേക്കോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇസ്രായേലിന് GBU-57 MOP ബോംബുകളോ അത് വഹിക്കാൻ കഴിവുള്ള B-2 സ്റ്റെൽത്ത് ബോംബറുകളോ സ്വന്തമായില്ല. ഇതൊരു നിർണായകമായ ചോദ്യം തന്നെയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയാണെങ്കിൽ അമേരിക്ക നേരിട്ട് കളത്തിലിറങ്ങുമോ? ഇസ്രായേലിന് ഈ ബോംബുകൾ കൈമാറാനോ അല്ലെങ്കിൽ തങ്ങളുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് നേരിട്ട് ആക്രമണം നടത്താനോ US തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ ആണവായുധം നേരിട്ട് തടയാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് US പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം US നേരിട്ട് സൈനികമായി ഇറാൻ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ എന്ന വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കോ അതിലപ്പുറത്തേക്കോ നയിക്കുകയും ചെയ്യുമെന്ന ആശങ്കയും ശക്തമാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനോടുള്ള പിന്തുണ പലതവണ പരസ്യമാക്കിയിട്ടുണ്ട്. അതിനാൽ GBU-57 MOPയുടെ ഉപയോഗം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യം നേടാൻ ഇസ്രായേൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. എന്നാൽ അതിന് അമേരിക്കയുടെ സഹായം അനിവാര്യമായി വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ അമേരിക്കയുടെ നിലപാട് നിർണായകമായിരിക്കും. ലോകം മുഴുവൻ ഈ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ്.